കേരളത്തിലെ ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടി കേരളത്തിലെ ക്രിസ്ത്യൻ അരമനകൾ വീഞ്ഞും കേക്കുമൊക്കെയായി കയറിയിറങ്ങുന്ന സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾ മറുപടി പറയേണ്ട ചില ചോദ്യങ്ങൾ കഴിഞ്ഞ ദിവസം യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം എന്ന സംഘടന പുറത്തുവിട്ട റിപ്പോർട്ടിലുണ്ട്. ആ റിപ്പോർട്ട് പ്രധാനമായും പറയുന്നത് 2024 എന്ന ഈ വർഷം ആരംഭിച്ചത് മുതൽ ക്രൈസ്തവർക്കെതിരായി ഇന്ത്യ ഒട്ടാകെ വിവിധ സംസ്ഥാനങ്ങളിൽ നടന്ന അക്രമങ്ങളുടെ കണക്കാണ്. 2024 എന്ന വർഷം തുടങ്ങി 75 ദിവസം പിന്നിടുമ്പോൾ 161 അക്രമങ്ങളാണ് ക്രൈസ്തവർക്കെതിരായി ഇന്ത്യ ഒട്ടാകെ നടന്നിരിക്കുന്നത് എന്ന ഞെട്ടിക്കുന്ന കണക്കാണ് യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഏറ്റവും കൂടുതൽ അക്രമങ്ങൾ ക്രൈസ്തവർക്കെതിരായി നടന്നിരിക്കുന്നത് ഉത്തർപ്രദേശിലല്ല, പകരം ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനത്തിലാണ്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത് 2023 ഡിസംബറിലാണ് ഛത്തീസ്ഗഡിൽ പുതിയ കോൺഗ്രസ് സർക്കാർ മാറി BJPയുടെ സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതായത് BJPയുടെ സർക്കാർ അധികാരത്തിൽ വന്നത് മുതൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളുടെ കാര്യത്തിൽ 2ാം സ്ഥാനത്തുണ്ടായിരുന്ന ഛത്തീസ്ഗഡ് എന്ന സംസ്ഥാനം ഉത്തർപ്രദേശിനെയും മറികടന്ന് 1ാം സ്ഥാനത്തെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ BJPയുടെ ഭരണവും ക്രൈസ്തവർക്കെതിരായ അക്രമവും തമ്മിൽ ഒരു നേരിട്ടുള്ള ബന്ധമുണ്ട് എന്ന് ആരോപിക്കാൻ പോലും പലരും തയ്യാറാവുന്ന നിലയിലേക്കാണ് ഈ കണക്കുകൾ വിരൽ ചൂണ്ടുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഉത്തർപ്രദേശ് തന്നെയാണ് 2ാം സ്ഥാനത്ത് ഈ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങളുടെ കണക്കിലുള്ളത്. 2014 നരേന്ദ്രമോദി എന്ന BJP നേതാവ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി അധികാരത്തിലേൽക്കുന്ന ദിവസം, അന്ന് ആ വർഷം ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായി നടന്നത് വെറും 147 അക്രമങ്ങൾ മാത്രമാണ്. പക്ഷേ 2023 എത്തുമ്പോൾ, നരേന്ദ്രമോദി ഭരണം ഒരു 10 വർഷത്തോളം പൂർത്തീകരിക്കുമ്പോൾ അത് 720 കുത്തനെ ഉയരുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. ഇത് എല്ലാം തന്നെ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകളിൽ വളരെ കൃത്യമായി വിശദീകരിക്കുന്ന കാര്യങ്ങളാണ്. ഇനി എടുത്തു പറയേണ്ട മറ്റൊരു കണക്കെന്ന് പറയുന്നത്, ഓപ്പൺ ഡോർസ് ഇന്റർനാഷണൽ എന്ന അന്താരാഷ്ട്ര സംഘടന പുറത്തുവിട്ടൊരു പട്ടികയാണ്. ആ പട്ടികയിൽ ലോകത്ത് ക്രൈസ്തവർക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന രാജ്യങ്ങളുടെ സ്ഥാനത്ത് ഇന്ത്യ 15ാം സ്ഥാനത്താണെന്നാണ് ആ സംഘടനയുടെ കണക്കുകൾ പറയുന്നത്. അതായത് ലോകത്ത് തന്നെ ക്രൈസ്തവർക്കെതിരായി ഏറ്റവും കൂടുതൽ അതിക്രമങ്ങൾ നടക്കുന്നതിൽ 15ാം സ്ഥാനത്താണ് ഇന്ന് 2024 ഇന്ത്യ എത്തി നിൽക്കുന്നത്. ഇനി എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ, ഏറ്റവും അടുത്ത് പറയാൻ കഴിയുന്ന ഉദാഹരണം എന്ന് പറയുന്നത്, ഇപ്പോൾ ഏറ്റവും അവസാനം ഇക്കഴിഞ്ഞ ജനുവരിയിൽ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രാണപ്രതിഷ്ഠ നടക്കുന്ന ദിനം മധ്യപ്രദേശിൽ ഒരു കൂട്ടം ഹിന്ദുത്വ തീവ്രവാദികൾ അവിടുത്തെ ഒരു പള്ളിയിലേക്ക് അതിക്രമിച്ച് കയറുന്നതിൻ്റെയും ആ പള്ളിയുടെ മുകളിലെ കുരിശിൽ കാവിക്കൊടി കെട്ടുന്നതിൻ്റെയും ഒക്കെ ദൃശ്യങ്ങൾ വലിയ രീതിയിൽ അന്ന് തന്നെ പ്രചരിച്ചിരുന്നു. അത് ദേശാഭിമാനി പോലെയുള്ള പത്രങ്ങൾ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്തെങ്കിലും മറ്റ് മലയാള പത്രങ്ങൾ ഒന്നും തന്നെ റിപ്പോർട്ട് പോലും ചെയ്യാൻ തയ്യാറായില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇന്ന് ഈ യുണൈറ്റഡ് ക്രിസ്ത്യൻ ഫോറത്തിൻ്റെ കണക്കുകൾ പുറത്തു വന്നത് ദേശാഭിമാനി ഒരു പേജ് നിറയെയുള്ള വാർത്തയായി അതിൻ്റെ എല്ലാ പ്രാധാന്യത്തോടെയും അതിനെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ, മനോരമയെ പോലെ വലിയ ക്രൈസ്തവ സ്നേഹം വാക്കുകളിൽ പറയുന്ന പത്രങ്ങൾ ഒരു കോളം വാർത്തയായി പോലും ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇന്ത്യയിൽ ക്രൈസ്തവർക്കെതിരായ അക്രമങ്ങൾ വർദ്ധിക്കുകയാണ്. അത് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ BJP ഭരണം വന്നതിന് ശേഷമാണ് ഈ അക്രമങ്ങൾ വർദ്ധിക്കുന്നത് എന്ന് കൂടി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ ക്രൈസ്തവ വോട്ടുകൾക്ക് വേണ്ടി അലയുന്ന സുരേഷ് ഗോപി അടക്കമുള്ള BJP നേതാക്കൾക്ക് ഈ കണക്കുകൾക്ക് മറുപടി പറയാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യമാണ്.